ഇന്ന് നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യത്തിനായിട്ട് 3 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ്, ഇതുപോലെ കുപ്പിയിൽ കിട്ടുന്ന ഈസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൊണ്ട് എല്ലാ ചേരുവകളും ഒന്നിച്ചാണ്ട് ചേർത്ത് കുഴച്ചാൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. പിന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളം 1 കപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ മൈദക്ക് കുഴക്കുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല കുഴച്ചെടുക്കുക. കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതി, നല്ല ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴച്ചെടുത്താലും മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. ഹാൻഡ് മിക്സറിലാവുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നല്ല കുഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ പിസ്സ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഈ ഡോ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിലും ഒഴിച്ച് ഒന്ന് തടവി വെക്കുക. ഇത് നമുക്ക് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനിടയിൽ നമുക്ക് ചിക്കന്, എല്ലില്ലാത്ത ചിക്കന് ചെറിയ പീസാക്കിയത്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കുഴച്ച് വെച്ച് വെക്കുക. ഞാനിത് എയർ ഫ്രയറിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇത് അധികം ഓയിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എയർ ഫ്രയറിലാണ് വെച്ചത്. നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം. പിന്നെ ഉള്ളി ഒരു 1/2 ഉള്ളി എടുത്ത് നീളത്തിൽ അരിഞ്ഞത്, ക്യാപ്സിക്കം 1/2 എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പിസ്സ ഡോ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പരത്തിയെടുത്ത് പിന്നെ ഒരു പിസ്സ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക്, ഞാൻ ഓവനിലാണ് വെക്കുന്നത്, അപ്പോൾ ഓവനിലെ പാത്രത്തിൽ വെച്ച് ഞാൻ ഇത് പരത്തിയെടുക്കുന്നുണ്ട്. സൈഡുകളെല്ലാം കുറച്ച് അരികിലേക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുവിലൊക്കെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അത് പൊന്താതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. പിസ്സ സോസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ വാങ്ങിയതാണ്. ചെറിയ വിലയുള്ളൂ പിസ്സ സോസിനൊക്കെ. അപ്പോഴേക്ക് എയർ ഫ്രയറിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ഉള്ളി വെച്ച് കൊടുത്തു, എല്ലായിടത്തും വെച്ച് കൊടുത്തു. അധികം വെജിറ്റബിൾസ് ഒന്നും വേണ്ട, കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം നീളത്തിലോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ അരിഞ്ഞു കൊടുക്കാം, വെച്ചെടുക്കാം. പിന്നെ സൈത്തൂന് വെക്കാം, ഒലീവ് വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ ഒലീവ് വെച്ചിട്ടില്ല, എൻ്റെ അടുത്തില്ലായിരുന്നു. പിന്നെ ചിക്കൻ വേവിച്ചതും അവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കന് പകരം നമുക്ക് മഷ്റൂമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ മൊസറല്ല ചീസ് വെച്ചിട്ടുണ്ട്. എല്ലാ ചീസ് നമുക്ക് ഇഷ്ടം പോലെ വെച്ചെടുക്കാം. കൂടുതലായാൽ അത്രയും ടേസ്റ്റ് ആവും. പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഒറിഗാനോ ഒക്കെ ഉണ്ടാകുമ്പോഴേ പിസ്സൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒറിഗാനോ ഒക്കെ ഇല്ലെങ്കിൽ പിസ്സ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ സ്മെല്ലും ആ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. 175 ഡിഗ്രിയിലാണ് 15 മിനിറ്റ് വെച്ചത്. ഇനി 20 മിനിറ്റ് വെച്ചാലും ഏറിപ്പോവില്ല. അങ്ങനെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ കിട്ടിയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടതിൽ താങ്ക് യു. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ കിട്ടും. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.